ആശംസകൾ നേരുവാനായി മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അഡ്വക്കേറ്റ് CK കരുണാകരൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും മാന്യ വ്യക്തികളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഇന്ന് അവാർഡ് ജയിച്ച എല്ലാ എൻ്റെ കൊച്ചനിയന്മാരോടും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. See, this is a small award for the long days and lonely nights which you all of you must have spent. കാര്യം ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബൈ ഡെഫിനിഷൻ ഇറ്റ്സ് എ വെരി ലോൺലി എൻ്റർപ്രൈസ്. തുടക്കത്തിൽ ഒരു ഐഡിയ ആയിട്ട് തുടങ്ങുന്നത്, ആ ഐഡിയ ബിസിനസ് ആക്കലാണ്. ഇത് എല്ലാവർക്കും ഐഡിയ ഉണ്ട്, എനിക്ക് ഐഡിയ ഉണ്ടാവും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും. എത്ര പേരത് ബിസിനസ് ആക്കുന്നു എന്നുള്ളതാണ് വിജയം. ഓൺടർപ്രണർ റോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യാനും കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് എന്താണെന്ന് കണ്ടുപിടിക്കലും കൺസ്യൂമേഴ്സിന് എന്താ ആവശ്യം എന്ന് അങ്ങോട്ട് പുതിയ പ്രൊഡക്ട്സ് കൂടിയും സർവീസ് കൂടിയും കണ്ടുപിടിക്കലും ഒക്കെയാണ് ശരിയായ ഓൺടർപ്രണറിൻ്റെ. ഒരു 20 വർഷം മുമ്പോ 15 വർഷം മുമ്പോ ഐപാഡ് എന്ന് പറഞ്ഞ കാര്യം ആർക്കും ആലോചിക്കാൻ കൂടി പറ്റിയില്ല. പക്ഷേ അത് വന്നപ്പം അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണെന്ന് കണ്ടുപിടിക്കും. അതേപോലെ അതിനു മുമ്പ് ഓരോ നൂതനമായ ഓരോ പ്രൊഡക്ട്സ് വരുന്നതും ഓരോ സർവീസസ് വരുന്നതും അത് ആദ്യം ആലോചിച്ച് കണ്ടുപിടിച്ച് പ്രാവർത്തികമാക്കലാണ് ഒരു ഓൺടർപ്രണറുടെ ജോലി. ഇന്ന് ലോകത്ത് എവിടെ എന്ത് ഡെവലപ്പ് ചെയ്താലും അത് മറ്റുള്ളവരെ അറിയിക്കാൻ ഒരു വ്യവസ്ഥയുണ്ട്, ഇൻ്റർനെറ്റ് ആയാലും ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും. എന്നിട്ട് പോലും പലപ്പോഴും എന്താ ഓരോ ലോകത്തിൻ്റെ മൂലയിൽ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം അമേരിക്കയിൽ വേറെ, ഇപ്പം സിലിക്കോൺ വാലിയുടെ കാര്യം പറഞ്ഞു, അവിടെയൊക്കെ ഈ നെറ്റ്വർക്കിംഗ് വലിയൊരു സംഭവമാണ്. എന്നുവെച്ചാൽ പണ്ടൊക്കെ വലിയ കോൺഫറൻസസ് പോലെ വിളിച്ചിട്ട് ഓരോ ഐഡിയ ഉള്ള IT ആണെങ്കിലും അല്ലെങ്കിൽ വേറെ സർവീസ് റിലേറ്റഡ് ആണെങ്കിൽ വലിയ കോൺഫറൻസസ് ഉണ്ടാവും, അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്ക് ചെയ്യും. ഇപ്പോൾ അത് പോയിട്ട് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് 25, 50, 100 പേരുടെ നെറ്റ്വർക്കിംഗ്. കാര്യം അങ്ങനെയാണ് ഒരേ ഇൻഡസ്ട്രിയിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഉള്ളത്, എന്താ പുതുതായി നടക്കുന്നത് അറിയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെപ്പോലെ ചെറിയ സംസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു കൾച്ചറില്ല. ഈവൻ ഓൺടർപ്രണേഴ്സിൻ്റെ നെറ്റ്വർക്കിംഗ് ഒരു സ്കീമില്ല. അതേപോലെ ഫണ്ടിങ്. ഈ 2 ചെറുപ്പക്കാർ പറയായിരുന്നു, PH കുര്യൻ്റെ കോൺട്രിബ്യൂഷൻ 50,000 രൂപ അധികം കൊടുത്തതിൻ്റെ ഗുണം. ഇവിടെ ഒരു ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഇല്ല. അതേപോലെ ഇപ്പം വെഞ്ചർ ക്യാപിറ്റൽസ് ഐഡിയ ഒന്ന് പൊന്നു കഴിഞ്ഞാൽ VC ഫണ്ട്സ് വരും. പക്ഷെ VC ഫണ്ടിൽ നിന്ന് ഇക്വിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം, യു സ്റ്റാർട്ട് തിങ്കിങ് ഓൺ ദേ ലൈൻസ്, ദേ കൺട്രോൾ യുവർ തോട്ട്. നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള അവർ വരും. കാര്യം അവർ അധികം പേരും പ്രോഫിറ്റ് മോട്ടീവിലാണ് വരുന്നത്. അപ്പം നമ്മളിപ്പം പോകുന്നത് KSIDC പോകും. KSIDC കുറച്ച് സീഡ് ക്യാപിറ്റൽ വരും, ബാക്കിയുള്ള 12%, 15% ഇൻട്രസ്റ്റ് ലെവൽ. യു കനോട്ട് ഹാവ് എ സ്റ്റാർട്ടപ്പ് ഓപ്പറേറ്റിംഗ് അറ്റ് 15% ഇൻട്രസ്റ്റ്. ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ എനിവെയർ ഇൻ ദ വേൾഡ്. അപ്പം അങ്ങനെ പല ലിമിറ്റേഷൻ ഉണ്ടായിട്ട് പോലും ഈ ചെറുപ്പക്കാരെ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തവരെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് വേണം. ആൻഡ് ഐ വിഷ് ദാറ്റ് ഓൾ ഓഫ് യു റീച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ് ഇൻ കമ്മിങ് ഡേയ്സ്. ഇവരുടെ ഒരു സക്സസ് അച്ചീവ്മെൻറ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇതുപോലെ അനേകം ചെറുപ്പക്കാർ ഇതേ പാത തുടരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമ്മുടെ ഈ ചടങ്ങിനൊപ്പം നിന്ന് 2 സ്പോൺസേഴ്സിനെ കൂടി ആദരിക്കേണ്ടതുണ്ട്. 52 ഡോക്ടർമാരും 500ഓളം ജീവനക്കാരും സേവനമനുഷ്ഠിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളോടുകൂടിയ ആശുപത്രിയാണ് NS സഹകരണ ആശുപത്രി. ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായ ശ്രീ A. മാധവൻ പിള്ള കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാനും കേരള സഹകരണ ആശുപത്രി ഫെഡറേഷൻ ഡയറക്ടറും കൂടിയാണ്. NS കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ പ്രസിഡന്റ് ശ്രീ മാധവൻ പിള്ളയെ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ സ്നേഹാദരം ചെയർമാൻ ശ്രീ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങുവാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you, sir.
ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയായ ഹൃദയ ബ്ലോക്കിനെയും ഷുഗറിനെയും ഫലപ്രദമായ രീതിയിൽ സുഖപ്പെടുത്താമെന്ന് ശാസ്ത്രീയ രീതിയിൽ തെളിയിക്കപ്പെട്ട് കാന്താരി പ്ലസ് മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി കണ്ടുപിടിച്ച കാന്താരി പ്ലസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ KS സോമൻ, മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ സ്നേഹാദനം ചെയർമാൻ ശ്രീ മമ്മൂട്ടിയിൽ നിന്നും ഏറ്റുവാങ്ങുവാൻ ശ്രീ KS സോമനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you everyone. ഇന്നോടെക് അവാർഡ്സിൽ ഇനി പ്രത്യേക പുരസ്കാരം. ഇന്നോടെക് അവാർഡ്സ് പ്രത്യേക പുരസ്കാരം ലഭിച്ചത് പോളിസ്കിൻ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. പൊള്ളലേറ്റവരുടെ വേദന കണ്ട് അതിന് എന്ത് പരിഹാരം എന്ന് അന്വേഷിച്ച് കൃത്രിമ ത്വക്കും ജൈവ ത്വക്കും വികസിപ്പിച്ചെടുത്ത് ആലപ്പുഴയിലെ ഡോക്ടർ രാജ്മോഹനെയും ഗവേഷകരെയും ഇന്നോടെക് അവാർഡ്സ് പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നു. പൊള്ളലേറ്റവർക്കും പ്രമേഹ രോഗികൾക്കും ഏറെ ആശ്വാസമായ പോളിസ്കിന്നിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ രാജ്മോഹന്റെ മുൻപിൽ ഒരു ദിവസം ദേഹമാസകലം പൊള്ളലേറ്റ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. പക്ഷേ സ്ത്രീയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഡോക്ടർമാർക്കായില്ല. ആ സ്ത്രീയുടെ വേദന കൊണ്ട് പുളയുന്ന മുഖം ഡോക്ടർ രാജ്മോഹന്റെ മനസ്സിൽ ഒരു നീറ്റലായി നിന്നു. ആ നീറ്റലിൽ നിന്നുള്ള അന്വേഷണമാണ് പൊള്ളലേറ്റ രോഗികൾക്ക് ആശ്വാസമായ പോളിസ്കിൻ എന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത്. പൊള്ളലേറ്റ രോഗികൾക്കു വേണ്ടി മൃഗങ്ങളുടെ തോലിൽ നിന്നായിരുന്നു കൃത്രിമ ത്വക്കുകൾ ഉണ്ടാക്കിയിരുന്നത്. മൃഗങ്ങൾക്കുള്ള രോഗങ്ങൾ മനുഷ്യരിലേക്ക് ഇതിലൂടെ പടരാനുള്ള സാധ്യതയായിരുന്നു ഇതിന്റെ പ്രധാന ന്യൂനത. എന്നാൽ ഡോക്ടർ രാജ്മോഹനും ശാസ്ത്രജ്ഞരും വികസിപ്പിച്ചെടുത്ത കൃത്രിമ ത്വക്ക് വൈദ്യശാസ്ത്രത്തിന് തന്നെ മാതൃകയായി മാറി. ആലപ്പുഴ നഗരത്തിലെ കൊച്ചു ലാബിൽ നിന്ന് ആരംഭിച്ച പരീക്ഷണത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അംഗീകാരങ്ങളാണ് തേടിയെത്തിയത്. പോളിസ്കിൻ ലൈഫ് സയൻസസിന്റെ പരീക്ഷണം ഇവിടെ അവസാനിപ്പിച്ചില്ല. കോശങ്ങളിലായി പിന്നീടുള്ള പരീക്ഷണങ്ങൾ. കോശങ്ങളെ വളർത്തിയെടുക്കുവാനുള്ള ബയോറിയാക്ടറിന്റെ നിർമ്മാണമായിരുന്നു അടുത്ത ഘട്ടം. കൃത്രിമ ത്വക്കിൽ നിന്ന് ജൈവ ത്വക്കിലേക്കുള്ള മാറ്റം. പരീക്ഷണം ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് നാസയിൽ. നാസയുടെ 2018 ലിവർ ചലഞ്ചിലേക്ക് തിരഞ്ഞെടുത്ത 13 കമ്പനികളിൽ ഒന്നായി പോളിസ്കിൻ ലൈഫ് സയൻസസ്. വലിയ മൃഗങ്ങളിൽ 90 ദിവസത്തിനകം ലിവർ വളർത്തിയെടുക്കുക എന്നതാണ് നാസയുടെ ലിവർ ചലഞ്ച്. കരൾ മൃഗശരീരത്തിൽ സ്വയം വളർത്തിയെടുക്കണം. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ ശാസ്ത്രജ്ഞർക്ക് വൈദ്യശാസ്ത്രത്തിന്റെ നെറുകയിലെത്തുവാനുള്ള ആശംസകൾ നേരാം. ശരീരത്തിൽ അലിഞ്ഞു ചേരുന്ന ബയോഡിഗ്രേഡബിൾ പോളിമറിൽ നിന്ന് കൃത്രിമ ത്വക്കും പിന്നീട് ജൈവ ത്വക്കും വികസിപ്പിച്ചെടുത്ത് പൊള്ളലേറ്റ് വേദന അനുഭവിക്കുന്ന രോഗികളുടെ കണ്ണുനീരൊപ്പിയ പോളിസ്കിൻ ലൈഫ് സയൻസിലെ ഗവേഷകരെ ഇന്നോടെക്കിന്റെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുന്നു. കൈരളി പീപ്പിൾ ഇന്നോടെക് അവാർഡ് 2017 പ്രത്യേക പുരസ്കാരം.
പത്മശ്രീ മമ്മൂട്ടിയിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി പോളിസ്കിൻ സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാരഥി ഡോക്ടർ രാജ്മോഹനെയും ഗവേഷകരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം സമ്മാനിക്കുന്നത് ശ്രീ മമ്മൂട്ടി. കീർത്തിപത്രം സമ്മാനിക്കുന്നത് ശ്രീ എം മുകേഷ്. ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് കൊല്ലം മേയർ അഡ്വക്കേറ്റ് വി രാജേന്ദ്ര ബാബു. മറുപടി പ്രസംഗത്തിനായി ഡോക്ടർ രാജ്മോഹനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, താങ്ക് യു കൈരളി TV, താങ്ക് യു പത്മശ്രീ മമ്മൂട്ടി സാർ. എനിക്കൊന്ന് നമുക്ക് ഏകദേശം 9 മണിയായി. വളരെ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ ചുരുക്കാം. നമുക്ക് ഇന്നോവേഷന് വേണ്ടിയുള്ള റോൾ മോഡലുകൾ അമേരിക്കയിലോ യൂറോപ്പിലോ നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടതില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ എത്രയോ മഹാന്മാരുണ്ട്. നമ്മുടെ പെരുന്തച്ചൻ എത്ര വാസ്തുകലയിൽ വെല്ലാൻ എനിക്ക് തോന്നുന്നില്ല അമേരിക്കയിലോ യൂറോപ്പിലോ പോലും പെരുന്തച്ചനെ വെല്ലാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. നമ്മുടെ ഇപ്പോഴും സീക്രട്ടായിട്ടുള്ള ആറന്മുള കണ്ണാടി ഇപ്പോഴും അത് നാസയ്ക്ക് പോലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അറിയാത്ത ചുണ്ടൻവെള്ളം പണിത തച്ചന്മാർ, കായംകുളം കൊച്ചുണ്ണി എത്ര വിചാരിച്ചിട്ടും പൊട്ടിക്കാത്ത പൂട്ടു പണിത തച്ചൻ, ഞാനത് മനോരമയിൽ വായിച്ചായിരുന്നു. അപ്പോൾ എത്ര ഒരു നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിയുടെ എന്തോ ഒന്ന് ദൈവം കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള പൗരാണിക ഗ്രന്ഥങ്ങൾ, അതിലൊത്തിരി അമൂല്യമായ നിധികളുണ്ട്. അതിലെത്രയോ ഗ്രന്ഥങ്ങൾ നമ്മുടെ കേരളത്തും ഇന്ത്യയിൽ നിന്നും ജർമ്മനിയിലോട്ട് വളരെ പണ്ട് കടത്തിക്കൊണ്ടുപോവുകയും ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് ഗഹനമായി പഠിക്കുകയും ചെയ്തു. അത് പലരും അറിഞ്ഞിട്ടില്ല. അതിൽ നിന്നുള്ള പല കാര്യങ്ങളാണ് തിരിച്ച് കണ്ടുപിടുത്തങ്ങളായിട്ട് ലോകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മോഡേൺ സയൻസും ഭാരതത്തിൻ്റെ ഉൾക്കാഴ്ചയും ഒരുമിച്ച് കൊണ്ട് നമുക്ക് മുന്നേറണം എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് സർ. എക്കാലവും പുത്തൻ ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്ന മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ പത്മശ്രീ ഭരത് മമ്മൂട്ടി നമ്മുടെ ഏവരുടെയും മമ്മൂക്കയെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാനും ഒരുവിധം ക്ഷീണിച്ചു. നിങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. പകല് മുഴുവൻ നോമ്പ് പിടിച്ചുകൊണ്ട് എനിക്ക് കുറച്ച് കൂടുതൽ ക്ഷീണമുണ്ട്. നോമ്പ് തുറക്കാനുള്ള സമയവും കിട്ടിയിട്ടില്ല. ഏതായാലും ഞാൻ ഇതിനു മുമ്പുള്ള എല്ലാ അവാർഡ് ഫംഗ്ഷനുകളിലും അവസാനം പ്രസംഗിക്കാൻ കാരണം ഈ അവാർഡ് ജേതാക്കളെ പറ്റി കുറച്ചുകൂടെ അറിയുകയും അവരെപ്പറ്റി കുറച്ചുകൂടെ നല്ല വാക്കുകൾ പറയാൻ സാധിക്കുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനത്തേക്ക് ആക്കാൻ പറഞ്ഞത്. അതിപ്പോൾ വലിയ കോടാലിയായി. കാരണം പ്രസംഗിക്കാൻ കൊടുത്തവരാരും ഒട്ടും മോശമായിരുന്നില്ല. എല്ലാം നല്ല തകർത്ത് പ്രസംഗിച്ച് 9 മണിയാക്കി. എനിക്കാണെങ്കിൽ വായിൽ വെള്ളം പോലും ഇല്ല. ഏതായാലും ഇന്ന് പറയാമെന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മുടെ ഈ കൈരളി ഇന്നോടെക് അവാർഡുകളെ കുറിച്ചാണ്. ഇവിടെ ഇന്നോവേഷനാണോ അതോ പുതുമയാണോ പുതിയ സാധനം കണ്ടുപിടിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തർക്കങ്ങൾ ഇവിടെ പുരട്ടാസ് മുതൽ ആരംഭിച്ചു. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ തുടർന്ന് ഇതുവരെ അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചിട്ടില്ല. എനിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നോവേഷൻ ഇൻ ടെക്നോളജി എന്നാണ് എനിക്ക് തോന്നിയത്. ഇന്നോടെക്കിൻ്റെ ഒരു ഉദ്ദേശം ഞങ്ങൾ ആദ്യം മനസ്സിലാക്കിയത്. ഏതായാലും ഇത് വളരെ കാലിക പ്രാധാന്യമുള്ള അവാർഡുകളാണ്. ഞങ്ങളുടെ പല അവാർഡുകളിലും ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് അവാർഡുണ്ട്, ഫാമേഴ്സ് അവാർഡുണ്ട്, യങ് ഓണ്ടർപ്രണേഴ്സ് അവാർഡുണ്ട്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഓണ്ടർപ്രണേഴ്സിൻ്റെ അവാർഡുണ്ട്, വിമൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ അവാർഡുണ്ട്. അങ്ങനെ അവാർഡുകൾ, ഈ വക അവാർഡുകൾക്കാണ് കൈരളി ഏറ്റവും കൂടുതൽ പ്രാധാന്യവും പ്രാമുഖ്യവും കൊടുക്കുന്നത്.
അതുകൊണ്ട് ഈ അവാർഡുകൾക്ക് എപ്പോഴും അതിൻ്റേതായ ഒരു പ്രാധാന്യവും ജനശ്രദ്ധയും ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഇന്നോടെക് അവാർഡുകളും അങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും അതുപോലെയുള്ള ന്യൂ ജനറേഷൻ ആളുകളുടെ പുതിയ പുതിയ സംരംഭങ്ങളെക്കുറിച്ചും സംഭവങ്ങളെ പറ്റിയും അവർ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഉള്ള പുരസ്കാരങ്ങളാണ് ഈ അവാർഡുകളിൽ സാധാരണ വന്നു ചേരുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അത് മാത്രമല്ല, ഈ വിധികർത്താക്കളൊക്കെ നമ്മുടെ ടെക്നോളജിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. ഇപ്പോൾ വിജയരാഘവനാണെങ്കിലും സജീവ് ഗോപിനാഥാണെങ്കിലും അവരൊക്കെ ശരിക്കും ഈ അവാർഡ് ജൂറി അംഗങ്ങളാകാൻ തക്ക യോഗ്യതയുള്ള ആളുകളാണ്. ഞങ്ങളുടെ ഈ അവാർഡുകൾ പലതരം അവാർഡുകൾ കൊടുത്തപ്പോൾ ശാസ്ത്രത്തിന് അവാർഡ് കൊടുക്കണമെന്നും ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ വളരെ ചെറുപ്പത്തിലെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. വെള്ളം തിരിക്കാത്ത ഞാൻ ഈ അവാർഡ് കിട്ടിയ ആൾക്കാർക്ക് ശ്രദ്ധയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ കോളിംഗ് ബെല്ലും ചെറിയ മോട്ടറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയോ, ഈ മറ്റേ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ചുറ്റിയിട്ട് ചെറിയ കാന്തം പിടിപ്പിച്ച് വയറുണ്ടാക്കുന്ന അതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ പിള്ളേർ കളിയാണെന്ന് വിചാരിച്ച് അവർ തള്ളിയതാണ്. ഏതായാലും ബാറ്ററി വെച്ചിട്ടാ മുകേഷിന് ഈ കറണ്ടും ബാറ്ററിയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ബാറ്ററി വെച്ചിട്ടാണ് ചെയ്യുന്നത്. കറണ്ട് ഞങ്ങളുടെ വീട്ടിലൊന്നും എത്തിയിട്ടില്ലെന്നൊന്നും. അപ്പം അങ്ങനെ ഒക്കെ ഈ എവിടേക്കും ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പം ഈ അവാർഡ് കിട്ടിയ ആൾക്കാർ ഓരോരുത്തരായിട്ട് പറയുകയാണെങ്കിൽ ഈ IT വിഭാഗം ഈ റോബോട്ടിക്സ് കണ്ടുപിടിച്ച പുള്ളികൾ ഏതായാലും ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. കാരണം എനിക്ക് മുകേഷ് പറഞ്ഞ പോലെ, മുകേഷിന് ഇത് പണ്ടേ കഥയാണ് കേട്ടോ. മുകേഷ് 476ാമത്തെ പ്രാവശ്യം ആ കഥ ഇവിടെ പറയുന്നത്. അങ്ങനെ അതൊക്കെ പഴയ ഫോണാണ്. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഫോണിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് നമ്മൾ മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പ് പറയാൻ പാടില്ലെങ്കിലും ഞാനിവിടെ ഒരു രഹസ്യം പറയുകയാണ്. ഞാനും ഈ മുകേഷിൻ്റെ കൂട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ ഈ പരിപാടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ അന്ന് കാറിൽ വെച്ച് ഫോൺ ചെയ്യുന്ന പരിപാടിയും നമ്മുടെ നാട്ടിലില്ല. എനിക്ക് കാറുണ്ട്, പക്ഷേ ഫോണില്ല. വീട്ടിൽ ഫോണുണ്ട്, ലാൻഡ് ഫോണാണ്. അപ്പോൾ ഞാൻ അന്ന് ഇന്നലെ ഇപ്പോഴും അതെ, ഞാനൊരു ഹാം റേഡിയോ ആണ്. ഞാനൊരു ഹാമാണ്, മറ്റേ ഹാമല്ല. ഞാനും ഇപ്പോൾ എൻ്റെ ഭാര്യയും കൂടെ ഹാം റേഡിയോ പരീക്ഷ പാസ്സായിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ കാറിലും ഒരു ഹാം റേഡിയോയും ഒരു ഫോൺ ബാച്ചും ഫിറ്റ് ചെയ്ത് ഫോൺ വെച്ച് ഞങ്ങൾ ഫോൺ വിളിച്ചിരുന്നു. ആരോടും പറയരുത്. അതായത് വീട്ടിലടിക്കുന്ന വീട്ടിലടിക്കുന്ന നമ്മുടെ സാധാരണ ലൈൻ വരുന്ന ഫോണ് കാറിലടിക്കും. കാറിൽ പിന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ഹലോ പറയും, മറ്റേ അങ്ങോട്ട് ഒറ്റ വൺ വേ ഉള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാനും. പക്ഷേ പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു. ഇത് വലിയ പിന്നെ മറ്റേ മോശം വന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ റോബോട്ടിക് ഹാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള ചെറിയ കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ റോബോട്ടിക് ചലഞ്ച് ഈ സിലിക്കൺ വാലി തിരഞ്ഞെടുത്ത 50 സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 3 ചെറുപ്പക്കാർ, ഈ അഖിലും അച്ചു വിൽസൺ, അരോണിൻ, ഇവർ 3 പേരും ഒക്കെ അവർ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും എനിക്ക് അടുത്ത പ്രാവശ്യം ഇതൊരെണ്ണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും അമേരിക്കക്കാർ ഒരു 100-250 കോടി കൊടുത്താൽ ഒരെണ്ണം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ അവരൊക്കെ ഒരു എന്താ പറയുക, ഒരു ഏർലി ആരംഭ ദശയിലായതുകൊണ്ട് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. അടുത്ത ഓരോ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇതുപോലത്തെ ഒരു കയ്യോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നു എന്നുള്ള വലിയ മഹാകാര്യമാണ്. തിരുവനന്തപുരത്ത് ആദ്യത്തെ ഞങ്ങൾ അവാർഡ് നടത്തുമ്പോൾ ഞാൻ ഈ IT എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സായ ആൾക്കാർക്ക് ജോലി കിട്ടാൻ വേണ്ടി 5, 10, 25 ഒക്കെ ലക്ഷം കൈക്കൂലി കൊടുക്കാൻ വേണ്ടി അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നിങ്ങൾ 5, 10 കൈക്കൂലി ഒന്നും കൊടുക്കാതെ ഒരു 4, 5 ലക്ഷം ആ പിള്ളേരെ കൈ വെച്ച് കൊടുത്താൽ എന്തെങ്കിലും പണി തുടങ്ങാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ചെയ്ത കൂട്ടത്തിലാണ് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അന്ന് 10, 25 കൈ വെച്ച് കൊടുത്തിട്ട് പിന്നെ KSIDC ഞങ്ങളുടെ സ്പോൺസറേഴ്സാണ്. പറയുന്നത് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നില്ല പെട്ടാസെ. അപ്പോൾ അവരുടെ സഹായമൊക്കെ നമ്മുടെ നാട്ടിലേതായാലും ഇതൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഉണ്ടാകാനും ഞങ്ങളുടെ കൈരളി TVക്ക് ഇത് അങ്ങനെ അങ്ങോട്ട് നടത്തിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഈ IT ഈ തൂമ്പയുടെ പരിപാടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചപ്പോൾ ഈ പാടത്ത് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാത്ത കള പറിക്കാനുള്ള ഒരു മെഷീൻ ഉണ്ടാക്കിയ തിരക്കേട്ടില്ല കേട്ടോ.
കള പറിക്കാനാണ് ഇപ്പോൾ തീരെ ആളെ കിട്ടാത്തത്. അപ്പോൾ ഈ തൂമ്പ, ചെറിയ തൂമ്പ ഞാൻ ഈ ആഗ്രോ ഇൻഡസ്ട്രീസിലൊക്കെ വിളിച്ച് ചോദിച്ചു, ചെറുതായിട്ട് നമുക്ക് ഇത്തിരി മോട്ടർ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഒരാരും അങ്ങനെ വലിയ കാര്യമായിട്ട് അതിന് ഒരു മറുപടി തന്നില്ല. ഇത് ഏതായാലും ഈ തൂമ്പ ചെറിയ ഈ കള പറിക്കുന്ന മെഷീൻ ഒന്ന് ആലോചിക്കാൻ വന്നു കേട്ടോ. കാർഷിക രംഗത്ത് നമ്മൾ കൃഷിയെപ്പറ്റി എല്ലാവരും വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലും കൃഷി ഒരു വ്യവസായമാക്കാൻ ഇതുവരെ ആരും സാധിച്ചില്ല. ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറാണ് നമ്മുടെ ഫ്യൂച്ചർ. കാരണം ഒരുപാട് തൊഴിലാളികളോ 200-500 പേര് ജോലി ചെയ്തിട്ട് ഒരു കൃഷി ഉണ്ടാക്കി അതിൽ നിന്ന് വിളവെടുത്തൊന്നും കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരു 10, 15, 20, 25 ഏക്കറിൽ ഒരാൾ കൃഷി ചെയ്യുന്നിടത്തോളം യന്ത്രസാമഗ്രികൾ നമ്മുടെ നാട്ടിലുണ്ടാവണം. അതിൻ്റെ ഒരു വലിയ മഹാ ആരംഭമാണിത്. തൂമ്പ എടുത്ത് കളയ്ക്കാൻ ആളുകൾ കിട്ടാതെ വരുന്ന കാലത്ത് ഒരാൾക്ക് 10-25 ആളുടെ ജോലി ചെയ്യാവുന്ന ഒരു മെഷീനുടെ സൗകര്യമില്ലേ? അപ്പോൾ അതുപോലെയുള്ള ഇന്നോവേഷൻസ് ശരിക്കും അത് ഈ പറയുന്ന പോലെ കൈരളി TV കൊടുക്കുന്ന അവാർഡുകൾക്കൊക്കെ അതിൻ്റെതായ ഒരു ന്യായമുണ്ട്, ഒരു സത്യമുണ്ട്. യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട അവാർഡുകളാണ്. തൂമ്പ ഏന്തിയ കർഷകൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം പവർ ടില്ലറും ട്രാക്ടറും വെച്ച് തൂമ്പ വെച്ച് കൃഷി ചെയ്യുന്ന കർഷകനിലേക്ക് നമ്മൾ മാറുകയാണ്. ഇത് കാലത്തിൻ്റെ, ശാസ്ത്രത്തിൻ്റെ, സങ്കേതത്തിൻ്റെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട് തന്നെയാണ് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ഈ കൈരളി ചാനലിൻ്റെ ചെയർമാനായിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വിദ്യകളൊക്കെ നമുക്ക് കൈവശമാക്കുകയും ഓരോന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യുന്ന വളരെ സന്തോഷം. ഈ നമ്മുടെ IT ഫോമിൽ ഭയങ്കര IT റെവല്യൂഷനൊക്കെ നടക്കുന്ന കാലമാണ്. അവിടെ IT പാർക്ക്, ഇവിടെ IT പാർക്ക്, മറ്റിടത്ത് IT പാർക്ക്, തിരുവനന്തപുരത്ത്, കൊല്ലത്ത് IT കോറിഡോർ, അങ്ങനെ പല പരിപാടികളും നടത്തുന്നുണ്ട്. ഗവൺമെൻറ് ഒരുപാട് പണം ചെലവാക്കി വലിയ 7 നില മാളികൾ, AC, EC അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളിലൊക്കെയാണ് ഇപ്പോൾ IT പാർക്കുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഈ ഗ്രാമത്തിലേക്ക് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജ്, അതിൻ്റെ ബിൽഡിങ്, അതിൻ്റെ ഇലക്ട്രിസിറ്റി, അതിന് വന്ന് യാത്ര ചെയ്ത് ജോലിക്കാർക്ക് വന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, ആ ചിലവുകളൊന്നും ഇല്ലാതെ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ചെറിയ സൗകര്യങ്ങളിലേക്ക് IT പാർക്കുകൾ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പേ നമ്മൾ ആലോചിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് വരുമെങ്കിൽ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാവുന്ന ഒരു സംരംഭമാണ് ഏതായാലും ഈ സ്റ്റാർട്ടപ്പ് കോർപ്പറേറ്റ്. അതിനേതായാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാലുള്ള ചരിത്രം അതിനേക്കാളും വളരെ രസകരമാണ്. സിനിമയെക്കാളും സൂപ്പർ ഹിറ്റ് സിനിമയാണ്. വരുൺ ചന്ദ്രൻ എന്നോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടാസ് ആദ്യമായിട്ട് ആരാ പ്രപ്പോസ് ചെയ്തതെന്ന് ഫ്ലൈറ്റ് വെച്ച് കണ്ടപ്പോൾ. ബ്രിട്ടാസ് പറയുന്ന വരുണാന്നാണോ? കണ്ടാൽ തോന്നുന്നു അങ്ങനത്തെ ഒരാൾ തന്നെ. അവൻ്റെ പ്രവൃത്തി കണ്ടാൽ അറിയാമെന്നാ ബ്രിട്ടാസ് പറയുന്നത്. നോക്കി അറിയാമെന്നാ. വരുൺ ചന്ദ്രൻ്റെ മറ്റേ ആഫ്രിക്കയിൽ എവിടെയാ സ്ഥലം ചേട്ടൻ പോയത്? സുഡാനിൽ പോയ ചേട്ടനാ ഈ ഓറഞ്ച് അല്ലേ? എനിക്ക് മനസ്സിലായി കണ്ടപ്പോഴേ. അപ്പോൾ വരുണിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്ക് വിശദമായിട്ടൊന്നും പറയാനുള്ള. വരുൺ തന്നെ നമ്മളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹം കിട്ടുന്ന കാശിൻ്റെ 50%, 50 lakhs എവരി മന്ത്. അത് നമുക്കാർക്കും തോന്നാത്ത കാര്യങ്ങളാണ്. ഒന്നേലും ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു മനസ്സാണ്. പൈസയിൽ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. പൈസ മുടക്കാനുള്ള മനസ്സും നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകൾ, നമുക്ക് വേണ്ടി നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഇതുപോലെ കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ഇതുപോലത്തെ അവസരങ്ങളില്ല. അവസരം ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുക എന്ന് പറയുന്നത് മനസ്സാണ്. അത് ഏതായാലും വരുന്നുണ്ട്. വരുണിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അവരുടെ വല്യമ്മ, അല്ലെ അതുപോലെ ഓണ്ടർപ്രണേഴ്സ്, അവരുടെ അച്ഛൻ തുടർന്ന് വന്നു. അച്ഛൻ കൂപ്പ് ജോലി ചെയ്യുന്ന ആളാണ്. വരുണിൻ്റെ അച്ഛൻ ഇപ്പോഴും കൂപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. മാലേന്ദ്രൻ ഒന്നിങ്ങോട്ട് വന്നേ. ബാലേന്ദ്രനാണ് നമ്മുടെ ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓണ്ടർപ്രണറുടെ അച്ഛൻ. ഇതുപോലെ ഈ ബാലേന്ദ്രൻ എന്നെക്കാളും കൂടുതൽ മസിലുണ്ട് ഇപ്പോഴും. എൻ്റെ പറയാൻ കാണത്തില്ലായിരിക്കുമല്ലേ? ഉണ്ടെന്നാ പറയുന്നത്. പോട്ടെ. അപ്പോൾ ബാലേന്ദ്രനെ പോലുള്ള പിതാക്കന്മാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും. അത് അവരുടെ ആഗ്രഹങ്ങളോ അവരുടെ സ്വപ്നങ്ങളോ ഒക്കെ ഈ മക്കൾ സാക്ഷാത്കരിക്കുന്നത് കാണുമ്പോൾ ബാലേന്ദ്രനെ പോലെ നമ്മൾ ഒരുപാട് മാതാപിതാക്കളും സന്തോഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അരുണിനെ കൂടെ പോലെ ഒരു പൊക്കോളും ആൾക്കാരെ കണ്ടില്ലേ? സന്തോഷമായില്ലേ? നല്ല പല്ലാണല്ലോ. പോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ആളുകൾക്ക് വേണ്ടി ഇപ്പോൾ KSIDC സഹായം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യം ബന്ധു അങ്ങനെ പറയല്ലേ.
അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടട്ടെ അല്ലേ വരുൺ? ഇപ്പൊ തന്നെ അതിപ്പോ ഉണ്ടാക്കിയാൽ തന്നെ വിൽക്കാൻ സ്ഥലം വേണ്ട, എല്ലാം അടച്ചു പൂട്ടിയില്ലേ. പിന്നെ ഈ സ്കിൻ വെച്ച് കിട്ടും നമ്മുടെ എല്ലാവർക്കും അവരുടെ പലപ്പോഴും പല ആളുകൾക്കും ഈ തീപ്പൊള്ളലിൽ അപകടത്തിലൊക്കെ പെടാറുണ്ട്. ഈ സ്കിന്ന് പോയി കഴിഞ്ഞാൽ അത് വലിയ വടുക്കളായി കിടക്കാറുണ്ട്. ഇപ്പോൾ ആസിഡ് അറ്റാക്ക് അങ്ങനെ ഒരുപാട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അവർക്കൊക്കെ ശരിക്കും ഇതൊരു പരിപൂർണ്ണ വിജയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ ഒരു വലിയ മഹാസംരംഭമാണ്. അങ്ങനെ ആസിഡ് അറ്റാക്ക് ആയിട്ടുള്ള ആൾക്കാരെ ഒരുപാട് സഹായം, അവരുടെ സ്കിന്ന് പോയി മുഖത്ത് നല്ല സുന്ദരികളായ സ്ത്രീകളായി ഈ പ്രണയ നൈരാശ്യം പോലും ചില കാമുകന്മാർ ആസിഡ് ഒഴിച്ച് മുഖമൊക്കെ പൊള്ളിച്ച് ഒത്തിരി ആൾക്കാരുണ്ട് നോർത്ത് ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിലിതില്ല കേട്ടോ. അങ്ങനത്തെ പ്രേമ രോഗികളാരും ഇവിടെ ഇല്ല. മുഖം പൊള്ളിയ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ സഹായമായിരിക്കും. അതും ഒരു വലിയ കണ്ടുപിടുത്തമാണ്. അതിനും ഉള്ള അവാർഡും കൈരളി തീർച്ചയായിട്ടും അർഹതയുള്ള ആളുകൾക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കൈരളിയുടെ ഈ സംരംഭങ്ങളെ ഒരുപാട് കൊല്ലത്ത് ഷൂട്ടിങ്ങിന് വന്നിട്ട് കുറച്ച് ദിവസമായി. ഈ കൊല്ലംകാരുടെ കാര്യം പറഞ്ഞില്ലേ, മുകേഷ് വേണം. കൊല്ലത്ത് ഷൂട്ടിങ് വന്നിട്ട് കുറച്ച് ദിവസമായി. കൊല്ലത്ത് ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കേട്ടോ. കൊല്ലത്താണ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ കിട്ടുന്ന സ്ഥലം. കഴിക്കുന്ന മീനുകളെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പം മീനായാലും മറ്റേ കുത്തരുതയായാലും കരിമീനായാലും ഭൂമീനായാലും ചെമ്പല്ലി ആയാലും ഒക്കെ. പക്ഷേ ഇവിടുത്തെ ചെമ്പല്ലിയൊക്കെ വെണ്ണ പോലത്തെ ചെമ്പല്ലിയായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല. അത്ഭുതമാണ്. നല്ല ഫ്രഷായിട്ട് നമ്മൾ കായലിൽ നിന്ന് പിടിച്ച് തന്നെ മീൻ കിട്ടും. അനാവശ്യമായിട്ട് ഐസോ അങ്ങനെ ഒരു പ്രിസർവേറ്റീവോ ഒന്നും ഇടാത്ത മീൻ കിട്ടും. വളരെ അതുകൊണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് മാംസാഹാരം കഴിക്കാത്ത ആളാണ്. മറ്റേ ഇതുകൊണ്ടല്ല കേട്ടോ, കുറേ നാളായി. മീനാണ് ഇപ്പോൾ കൂടുതലും കഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാനൊരു മീൻ ഒരു കടലിൽ ചെന്ന് വിട്ട പോലെ ആയിപ്പോയി, പല ജാതി മീനുകൾ. പിന്നെ മുകേഷ് പറഞ്ഞ് ഇവിടുത്തെ കശുവണ്ടി വ്യവസായത്തെ പറ്റി പറയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുകേഷിനോട് ഞാൻ ചോദിച്ചു, ഇവിടെയൊക്കെ ഭയങ്കര കശുമാവായിരിക്കും ഇല്ലേന്ന്. മുകേഷ് പറഞ്ഞു ഇവിടെ ഒരൊറ്റ കശുമാവ് പോലും ഇല്ല, പക്ഷേ കശുവണ്ടി വ്യവസായം ഭയങ്കര തഴച്ചു വളരുന്ന സ്ഥലമാണ്. കശുവണ്ടി ഇമ്പോർട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം. നമ്മുടെ നാട്ടിൽ മാത്രമേ ഏറ്റവും നല്ല കശുവണ്ടി ഭംഗിയായിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള ആൾക്കാരുടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് വലിയ കാര്യമില്ല. അങ്ങനെ കൊല്ലംകാർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഒരുപാട് ടൂറിസം സൗകര്യമുള്ള സ്ഥലമാണ്. ഒരുപാട് കാഴ്ചയുണ്ട്, ഒരുപാട് ഭംഗിയുണ്ട്. ഈ മൺട്രോന്തുരത്തിൽ പോയി ഒരാൾ ഭയങ്കര അത്ഭുതമായിട്ട് എന്നോട് വന്ന് പറഞ്ഞു, അങ്ങോട്ടൊന്നും ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടില്ല. മറ്റേ മുകേഷിനെ പോലെയുള്ള ആളുകൾ ഒരു MLA ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലത്തിൻ്റെ മുഖച്ഛായ മാറുകയും പിന്നെ ഞാൻ വീട്ടിൽ പോകാതെ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ടെന്നുള്ള അവസ്ഥയിലേക്ക് ആകാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കാൻ മുകേഷ് വിചാരിച്ചാൽ സാധിക്കും. അതുകൊണ്ട് കൊല്ലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി മുണ്ട് മടക്കി കുത്തി ഇറങ്ങണം എന്നാണ് എനിക്ക് മുകേഷിനോട് പറയാനുള്ളത്. ഏതായാലും ഈ അവാർഡ് ദിശ ഇത്രയും മനോഹരമാക്കി തന്ന എല്ലാ കൊല്ലം നിവാസികളോടും കൈരളി കൈരളി പീപ്പിളിൻ്റെ പേരിലും ഞങ്ങളുടെ ബോർഡിൻ്റെ പേരിലും ഉള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. താങ്ക് യു മമ്മുക്ക. നന്ദി പ്രകടനത്തിന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ MM മോനായിയോട് അഭ്യർത്ഥിക്കുന്നു. ആദരണീയരെ, ഈ ചടങ്ങിൻ്റെ അവസാനം എന്നുള്ള നിലയിൽ കൂടുതലായ സംഘത്തിന് ഞാൻ മുതിരുന്നില്ല. കണ്ടുപിടുത്തങ്ങളാണ് ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇടവപ്പാതി എന്ന് വിളിക്കുന്ന കാലവർഷം വളരെ ശക്തിയായി പെയ്യുകയാണ്. പക്ഷേ ഈ കാലവർഷത്തിൻ്റെ കാറ്റ് കണ്ടുപിടിച്ച ഹിപ്പാലസ് ആണ് ആ കാറ്റിനെ ലക്ഷ്യമാക്കി കപ്പലുകൾ പായിക്കാം എന്ന് കണ്ടുപിടിച്ചത്. ലോകം ഇന്ന് ഭരിക്കുന്നത് കണ്ടുപിടുത്തങ്ങളും ആ കണ്ടുപിടുത്തങ്ങൾ ആര് കൈവശം വയ്ക്കുന്നു എന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നമ്മൾ കേരളത്തിലുള്ളവരും തമിഴ്നാട്ടിലുള്ളവരും കർണാടകത്തിലുള്ളവരും ആന്ധ്രയിൽ ഉള്ള ഒരു വിഭാഗം ജനങ്ങളെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെടുന്നവർ എന്നാണ് ചരിത്രം വിവരിക്കപ്പെടുന്നത്. പക്ഷെ ആ ദ്രാവിഡന്മാരെ പരാജയപ്പെടുത്തുവാൻ ഉപയോഗിച്ചത് അമ്പും വില്ലുമാണ്.
അമ്പും വില്ലും കണ്ടുപിടിച്ചതോടുകൂടി ദ്രാവിഡന്മാർക്ക് ദക്ഷിണ ഇന്ത്യയിലേക്ക് പ്രയാണം ചെയ്യേണ്ടതായിട്ട് വന്നു. വലിയ രാജാക്കന്മാർ, ഇപ്പം മമ്മൂക്ക തന്നെ അഭിനയിച്ച പടമാണ് പഴശ്ശിരാജ. പക്ഷെ പഴശ്ശിരാജാവ് തോറ്റുപോയത് പഴശ്ശിരാജാവിൻ്റെ വീര്യത്തിൻ്റെ കുറവ് കൊണ്ടല്ല, പക്ഷേ ബ്രിട്ടീഷുകാരുപയോഗിച്ച വെടിമരുന്നിൻ്റെ കണ്ടുപിടുത്തം കൊണ്ടാണ്. അപ്പോൾ ഇനി 25 വർഷം മുമ്പ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണുകളില്ല. ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നമ്മളിപ്പോൾ അഭിമാനകരമായി ഉപയോഗിക്കുന്ന പല കാറുകളും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം ഡ്രൈവർമാർ ആവശ്യമില്ല, പെട്രോൾ ആവശ്യമില്ല, ഡീസലുകൾ ആവശ്യമില്ല. ഇപ്പോൾ കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പോൾ അമേരിക്ക ഏറ്റവും വലിയ അതീശ ശക്തിയായിട്ട് നിൽക്കുന്നത് അവരുടെ സമരവീര്യത്തിൻ്റെ ഇതിലല്ല, കണ്ടുപിടുത്തങ്ങൾ അവരെ അങ്ങനെയുള്ള ആളുകളെ കൈവശപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പം ലോകം ഭരിക്കുന്ന ആ കണ്ടുപിടുത്തത്തെ നമുക്ക് ഈ കേരളം എന്ന് പറയുന്നതിന് ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ഇവിടെ IT പാർക്ക് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹം ഉയർന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ നില അദ്ദേഹം മറക്കാതെ, അദ്ദേഹത്തിൻ്റെ ആ തറ മറക്കാതെ അദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ കേരളത്തിന് അങ്ങനെയുള്ള മോഡലുകൾ സൃഷ്ടിച്ചതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള കേരളത്തിൽ നിന്നും നാളെ ഒട്ടനവധി എൻ്റർപ്രനേഴ്സിനെ, പ്രതിഭാസമ്പന്നരെ വാർത്തെടുക്കുവാൻ കൈരളി വലിയ പുകഴ്ചകളില്ലാതെ, അല്ലെങ്കിൽ വലിയ ജാടകളില്ലാതെ, അല്ലെങ്കിൽ വിനോദത്തിൻ്റെ മേമ്പൊടികളില്ലാതെ, ഒരു ഇവിടുത്തെ പാട്ടിൻ്റെയോ മേളത്തിൻ്റെയോ കൊഴുപ്പുകളില്ലാതെ ഇത്രയും ആളുകൾ ഈ ചടങ്ങുകളിൽ അല്ലെങ്കിൽ ഈ കേരള അവാർഡുകളുടെ ചടങ്ങുകളിൽ പങ്കെടുത്തത് ഇതിനോട് ഈ കേരളീയ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാടുണ്ടാക്കുവാനുള്ള കൈരളിയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഈ ചടങ്ങിൽ പങ്കെടുത്ത ആദരണീയനായ കേരളത്തിൻ്റെയും കൈരളിയുടെയും മാർഗദർശകനായ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയ്ക്ക് ഞാൻ ആദരപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ശ്രീ മുകേഷ്, അതുപോലെ തന്നെ ശ്രീ ബാലഗോപാൽ, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ജയേന്ദ്രൻ, അതുപോലെ തന്നെ കൈരളിയുടെ ഡയറക്ടർമാർ TR അജയൻ, അഷറഫ്, കോർപ്പറേഷൻ TR അജയൻ, അഷറഫ്, മുസമാഷ്, കരുണാകരൻ, ബ്രിട്ടാസ് അടക്കമുള്ള കൈരളിയുടെ പ്രവർത്തകന്മാർ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഹിദ കമാൽ, സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോം, കാഷ്യൂ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ മുരളി മടന്തങ്കോട്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവ് ശ്രീ രാമഭദ്രൻ, തിരുവനന്തപുരം മിൽമ യൂണിയൻ ചെയർമാൻ ശ്രീ കല്ലട രമേശ്, പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശ്രീ ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് പാരിപ്പള്ളി രവീന്ദ്രൻ അടക്കമുള്ള ഈ സദസ്സിലുള്ള ഒട്ടനവധി വിശിഷ്ട വ്യക്തികൾ, അതുപോലെ ഇതിൻ്റെ ഈ പരിപാടിയുടെ സ്പോൺസർമാർ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം കമ്മ്യൂണിക്കേഷൻ്റെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും ഹൃദയംഗമായ നന്ദി. കുറച്ച് നല്ല നിമിഷങ്ങളിലൂടെയാണ് നാം എല്ലാവരും കടന്നുപോയത്. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ശുഭരാത്രി.